അങ്ങനെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വന്നതാണ്. ഇന്നലെ ഫോട്ടോഷൂട്ട് നടത്തിയിട്ടാന്ന് കരുതി ഭക്ഷണം കഴിക്കാൻ അത് പിന്നെ ചായ 2 ചായ 4 കെട്ടും ചോറ് 2 ചായ 4 കെട്ടെന്ന് പറയാൻ ചേട്ടാ 2 ചായ 4 കെട്ടണം. പൂരി കണ്ട അതൊക്കെ വേണ്ടി 2 പേരും കൂടി ഒരു ഷോപ്പിൽ കട്ട് കഴിഞ്ഞിട്ട് കൊടുക്കാൻ ഞാൻ 5 കാക്കൊക്കെ പറയുന്നത് കട്ട് ചെയ്തല്ലോ അതുപോലെ പക്ഷെ അന്ന് വന്നിട്ട് എന്നോട് ഞാനിങ്ങനെ ഒരുങ്ങിയുള്ള ഷോപ്പിലേക്ക് അപ്പൊ ഞാൻ 2 സ്റ്റാഫ് അപ്പൊ എന്നോട് ഇങ്ങനെ പറയും അപ്പത്തിന് മൈലാണ്ടിട്ടല്ലോ അവരുടെ ഇപ്പൊ നല്ല ആചാരിക്ക് ഞാൻ ഇങ്ങനെ മെസ്സേജ് ചെയ്തു. ഹായ് ഗൈസ്, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇന്നലെ സെയിം ചുരിദാർ ഇട്ടിട്ട് നമ്മൾ പോകുന്നത് അജി മാത്രം മാറ്റിയുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഏട്ടാജിയെ നെക്സ്റ്റ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് എവിടെയാണ്? തമിഴ്നാട് ബോർഡറിന്റെ അടുത്താണ്, വാട്ടർഫാൾസിലാണ്. അപ്പം നമ്മൾ ട്രെയിനിൽ പോവാണ്. ട്രെയിനിന്റെ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുക. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തനാണല്ലോ റൂം എടുത്ത്. അപ്പൊ രാവിലെ ഭക്ഷണം കഴിച്ച് നമ്മള് നാട്ടിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നീറ്റിലാണ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. എല്ലാ ദിവസവും ഡ്രസ് മാറ്റൂല. ഇതിപ്പോ ഇന്ന് 2ാമത്തെ ഔട്ട്ഫിറ്റ് അവിടെ ഇന്ന് മാച്ച് ആക്കിയതാട്ടോ. ഇന്നിപ്പോ 2ാമത്തെ കോസ്റ്റ്യൂമാണ് ഇത്. ഇന്ന് മോർണിംഗ് ഒരു ലൈറ്റ് ബ്ലൂ കളർ ആയിരുന്നു. ഇപ്പൊ ഇതാ ഇതുവാണ് ചെയ്തോണ്ടേ. നമ്മൾ ഉമ്മ എടുത്തതുപോലെ എല്ലാം എടുത്താൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആരും പറയാ തള്ളന്റെ മിനിറ്റുകൾ വെച്ചിട്ടാണ് ഇത് മാറ്റുന്നത്. മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾ വേണം പറയാം. ഇത് കുറച്ച് ഞാൻ വേറെ ഡ്രസ്സിലുണ്ടാവാം. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി കഷ്ടപ്പെട്ട ഇങ്ങോട്ട് കയറി സംഭവം നമ്മളെ ടയേർഡാണ്. എന്തോരം ട്രാവൽ ചെയ്തില്ലേ അല്ലേ? എന്നാലും എന്തോരം ട്രാവൽ ചെയ്ത് നമ്മള് ബസ്സിലിരുന്ന് ട്രെയിനിലിരുന്ന് ഞങ്ങൾ നല്ലപോലെ റൂമെന്ന് പറയുന്നത്. അതുകൊണ്ട് സുഖം ഉണ്ടായിട്ട് അതുകൊണ്ട് ഒരു എനർജി ഉണ്ട്. പക്ഷേ വെയിലായിട്ട് പിന്നീട്ടത് ക്ഷീണം. അതാണ് ഒരു തമാശ.
മമ്മി അല്ല നമ്മള് ട്രെയിൻ മെല്ലെ മൂവ് ചെയ്തു ഇപ്പൊ പിന്നെ സ്റ്റോപ്പ് മൂവ് ചെയ്തു ഇപ്പൊ പോകുന്നതായിട്ടും പറഞ്ഞോണം നേരത്തെ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിനടുത്തുള്ള എവിടെയൊന്നാണ് ഞാൻ എന്നോട് അറിയാണ്ടില്ലേ വെള്ളച്ചാട്ടം വെള്ളത്തിലൊന്നും കളിക്കാൻ പോകണ്ടോ വെള്ളത്തിലൊന്നും ഇറങ്ങണ്ടോ ഇവനല്ല പാലസിലാ പോകുന്നത് അത് പറഞ്ഞിട്ടില്ല ഞാൻ തരെ വെള്ളം സ്റ്റാർട്ടിങ് ട്രബിൾ ആവുന്നതല്ല എന്താ പ്രയാസം എന്നറിയാം ഇറങ്ങി കിട്ടാന് അങ്ങനെ നമ്മളിതാ എന്നപ്പോ നമ്മളിതാ ഇവിടെ അണ്ണാച്ചികളെ മാതിരിണ്ട് എല്ലാരെയും കാണാൻ നമ്മള് ബസ് സ്റ്റാൻഡൊക്കെ നടന്നോണ്ടിരിക്കുക കേട്ടോ ചർച്ച് നോക്ക് അടിപൊളി ചർച്ച് കൊള്ളാം എനിക്കിഷ്ടപ്പെട്ടു ഇത് പിന്നെ നോർമല് സംഭവം നോർമല് നമ്മുടെ നാട്ടില് അജി ഔട്ട്ഫിറ്റ് ചെക്ക് അവിടെ മാല് നടക്കുന്നു നോക്ക് ഓരോ കൊരന്റെ എല്ലാ പൊരിഞ്ഞ മുന്നേ നല്ല ഭംഗിയുണ്ടേ വിളിച്ചു പറഞ്ഞൂടെ വിളിച്ച് ട്രെയിൻ പോട്ട് തപ്പിച്ചാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത് നോക്ക് എങ്ങനത്തെയാണെന്നുള്ളത് बाहर देखो ആ സൈസിലെ യെല്ലോ കളറിലെ 150 ഒന്നുകൂടി എടുക്കും സ്ത്രീകൾക്ക് ടിക്കറ്റ് വേണ്ടാന്നുള്ള എനിക്ക് ഓർമ്മ പക്ഷെ ഇങ്ങോട്ട് മറന്നു വയ്ക്കുന്നത് അല്ലേ ഞാൻ പറയുന്നത് ഇത് നമ്മളെ ഇന്ത്യയില് നമ്മുടെ കേരളത്തിലിട്ട് എന്തേലും വരണം പ്രത്യേകിച്ച് സ്റ്റുഡൻസിനും ഒക്കെ നമ്മുടെ നാട്ടിലുള്ള സത്യം ഞാൻ പറയട്ടെ ഒരു 16 റുപ്യാണ് ബാക്കി ഉണ്ടല്ലോ 20 റുപ്യ എടുത്താൽ ബാക്കി 4 റുപ്യ കൊണ്ട് തരില്ല 2 റുപ്യ പോലും തരില്ല ഇതൊക്കെ ഒന്ന് കാണണം ഉപ്പ ഉമ്മന്റെ ടിക്കറ്റ് കൊടുത്തപ്പോ കണ്ടക്ടർ ചീത്ത പറഞ്ഞു ഗൈസ് ഉമ്മന്റെ ചീത്ത പറഞ്ഞു ഇങ്ങനെ വേണം നമ്മുടെ കേരളം ഇതായിരിക്കണം നമ്മളെ കേരളം ഏതായാലും എല്ലാം ഒറ്റ ബ്ലോഗിൽ തന്നെ ചൂസ് ചെയ്യണോ ടിക്കറ്റ് ഉമ്മക്ക് കൊടുത്ത് അയ്യാ കണ്ടിരിക്കുന്നത് ഞാൻ ഞാൻ കണ്ടില്ല ടിക്കറ്റ് ഉമ്മക്ക് കൊടുത്ത കണ്ടു യാത്ര പുതിയ പുതിയ ആൾക്കാരെ കണ്ടു പഞ്ചാബിലുള്ള ആൾക്കാരെ കണ്ട് തമിഴ്നാട്ടിലെത്തി എക്സ്പ്ലോർ ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ശരിക്കുള്ളത് മട്ടല്ലത് ആ ഒരു ഇതാണ് രാജശേഖര വെങ്കടേശ്വര റെഡ്ഡി ഫുൾ പേര് വെങ്കടേശ്വര റെഡ്ഡി മമ്മി നോക്കില്ല ഏതെങ്കിലും കൊപ്പ രാജശേഖര കൊപ്പയാണ്
ഫുള്ള് ഇതൊന്നല്ല ഇത് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞില്ല ഗൈസ്. അതേ വേണ്ടി അരമനയിലാണ് നമ്മൾ ഇറങ്ങേണ്ടി. തൃപ്പുഴ ആണ്. എന്താ പറയാ ഇറങ്ങിയിട്ട് നമ്മളിവിടെ ഇറങ്ങി. ഇപ്പൊ അങ്ങോട്ട് അതോടാ ചേച്ചിനോടാ ഗൈസ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ചെയ്യാൻ അറിയില്ല. വെള്ളച്ചാട്ടത്തി പക്ഷെ പേരും ഒഴുക്കാണ് കേട്ടോ. സീനും കാണുമ്പോ തന്നെ ഒരു പേടി, അപായപ്പെടുത്തുന്ന നല്ല ഒഴുക്കുണ്ട്. ഇപ്പോൾ അതിന് കലങ്ങിക്കുന്ന വെള്ളം മൊത്തം കണ്ടോ. ഇറങ്ങി അടച്ചോ അടിപൊളി. അങ്ങനെ ഈ പ്ലാൻ പോയിട്ടോ. ഇത്രയും ദൂരം വന്നിട്ട് ഇത് പോയി. നോക്ക് ആറിന് ഒലിച്ചു പോവായില്ലൊക്കെ എറിഞ്ഞാലേ. നേരിട്ട് കാണാൻ ഇതുക്കും ഭയാനകം. വാ ജസ്റ്റ് അവിടെ പോയി എന്നേലും കാണാതെ സൈഡ് പോയിട്ട്. കഴിഞ്ഞില്ലേ? നന്നായി, സാരല്ല. എന്റെ ബാഗിൽ ഇനി സ്പേസ് ഇല്ല. ഇത് നോക്ക്, ഇത്രയും അയക്കുന്നു. നോക്ക് വ്യൂ നല്ലതായിനെങ്കിൽ ഇത് കണ്ടിട്ട് തന്നെ പേടിയാന്നല്ലേ. ആ അതാ നോക്ക്, പൊടി വാർന്നുണ്ടോ അത്. ഇത് ഇവിടെ എവിടെ നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചതോ കൊലിച്ചോ വലിയ ഉള്ളിലൊക്കെ ഇറങ്ങിയാല് പറ്റില്ല. ഇവിടെ കടച്ചു കണ്ടോ. അങ്ങോട്ടൊക്കെ പോവായി കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇനി ഇറങ്ങാനാവില്ല. ഇനി നമ്മളെന്താ ചെയ്യാൻ അറിയില്ല. പക്ഷെ പോകുന്നില്ല. ഇതൊന്നുമില്ല, കാണാനേ ഉള്ളു. ഒന്നും ചെയ്യാല്ല. ഇനി ഒന്നും ഇറങ്ങാനൊന്നും ആവില്ല. എന്താ മതി പോരെ. പാറുന്നുണ്ടോ വെള്ളം? അത്രയും പേരും വീഡിയോയില് പലകാട്ടിലൊരു പേടിയാവുന്നില്ല കണ്ടിട്ട്. നല്ല ഒലിക്കല. അവിടെ നല്ല സുഖമായിട്ട് ഇറങ്ങായിരുന്നു. അതൊക്കെ നോക്ക് താന്നു പോയത്. അതൊക്കെ താന്നു പോയതാ. അതും കഴിക്കാതെ എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ പെട്ടെന്ന് കണ്ടപ്പോ നെറ്റി പോയിണ്ടാവില്ലേ. റിയ പോയ അണ്ണാന്റെ വഴി മാസ് കാണാം. അങ്ങനെ നമ്മൾ പിന്നെയും റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നതാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. റിപ്പീറ്റേഷൻ ആണെന്നാലും എല്ലാവരും ഒരേ അവസ്ഥയാണ്.
ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിക്കോ എനിക്കറിയില്ല. ട്രെയിനാണ്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കമന്റ് ചെയ്യാം. എന്ത് തോന്നാനല്ല, അതാ എല്ലാം നേരെയും ഫുള്ളാ. നമ്മൾ മലബാർ ഇതിന് മുന്നിൽ വന്നിരിക്കുകയാണ്. ഹായ് ഗൈസ്, നമ്മൾ ഇന്ന് പോവുകയാണ് ലാസ്റ്റ് ചായ കുടിക്കാൻ. ചായ കണ്ട് വാങ്ങാത്തോല് വന്ന് കുടിക്കല്ലേ? വേണ്ട പറഞ്ഞാല് വാങ്ങി കുടിക്കുക. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ ഇവിടെ. നമ്മളെ അതങ്ങ കാറിന്റെ മോളെ ഇവിടെ എന്താക്കിയതിന് മങ്ങി. അതിനുള്ളിൽ ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. സോറി ഗൈസ്. ഇവിടെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമ്മളെ അറിയാം മലയാളികള് മലബാറി ചായ ഉണ്ട്. കാലൊക്കെ ഇങ്ങനെ എല്ലാരെയും നനയുമ്പോ ഡ്രസ്സൊക്കെ നനഞ്ഞ ഡ്രസ്സാണ് ഇതില് ഫുള്ളുള്ളത്. അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് പാവം. ഇപ്പൊ അവളെ മേലാണുള്ളത്. പിന്നെ അവള് കവർ പിടിച്ച് സഹായിക്കുന്നുണ്ട്. ഭയങ്കര വലിയ സഹായം. കയ്യോ കോച്ചി പോവുമ്പോ കളിക്കണ്ട കുഞ്ഞു പോയോ. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ വീഡിയോ എടുക്കണ്ടേ. ഇങ്ങനാണ് നമ്മള് ഉണ്ടാക്കണം പറയുമ്പോ നമ്മളെ കാട്ടി അടിക്കാനാവൂലേ? അതെ അതെ, നമ്മളെ നാട് ആരും അറിയില്ല, ആരും ചോദിക്കില്ല. അല്ലാണ്ടൊന്ന് ഒന്ന് കോഴിക്കോട് നടന്നാലും ചോദിക്കും. മെസ്സേജ് തരാം, എന്താ കോഴിക്കോട് പരിപാടി? ആരൊരാളുണ്ടാവും കാണാൻ. വീഡിയോ എടുത്ത് തരും. നമ്മളെന്തോ തൊള്ള തുറന്നിക്കുന്നൊക്കെ വീഡിയോ എടുത്തിട്ട് തരും. അവിടെ അല്ലേ? പിന്നെ തൂങ്ങി കിടക്കണ തൂങ്ങി കിടക്കുന്ന ഇതാട്ടോ ഞാൻ ഉദ്ദേശിച്ചു. അങ്ങനെ നമ്മൾ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഫോട്ടോ എടുത്ത് ബാഗൊക്കെ എടുത്ത് തിരിച്ച് പോവാട്ടോ. മോന്നൊക്കെ ഒരാൾ വീണാൻ മരിച്ചില്ലേ? ഉമ്മ കൊള്ളാട്ടോ നടക്കുന്ന. ഞാൻ അമ്മനെ നടക്കുന്നെങ്കിൽ ഇങ്ങനെ നടക്ക് സുഖല്ലേ? ഗൈസ്, അങ്ങനെ നമ്മള് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി. ഞാൻ കാണില്ലേ, നമ്മള് റൂമിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഇതാ നടന്നു പോവുകയാണ്. പെട്ടെന്നായിപ്പോ 2 ദിവസം കഴിഞ്ഞു. പെട്ടെന്നായിപ്പോ 2ാം ദിവസം കഴിഞ്ഞു. സംഭവം 2ാം ദിവസം കാര്യമായിട്ടൊന്നും ചെയ്തില്ലെങ്കിലും കുറെ ഫ്രീ ടൈം ഉണ്ടായി, കുറെ സംസാരിച്ച്. ഏതായാലും അടിപൊളി. രസമുണ്ട്, പക്ഷെ ഒരു ലിമിറ്റ് കൂടുതൽ കഴിക്കാൻ പറ്റുന്നില്ല. ഒരു പൊറാട്ട കുത്തിയാലും ക്വാണ്ടിറ്റി കൂടുതലുണ്ട് ഗൈസ്.
അങ്ങനെ നമ്മൾ എങ്ങനെയാണെങ്കിലും ഫൈനലി നമ്മൾ എത്തുക അതെപ്പോഴും ഇങ്ങനത്തെ ലാസ്റ്റ് നമ്മൾ ഇന്നലെ പോയ സ്ഥലത്ത് തന്നെ ഞങ്ങൾ ഇന്ന് വെറൈറ്റി ഫുഡ്സ് ആണ് തൊള്ളയിലല്ലേ എന്ത് അല്ലല്ല അത് കാണുമ്പോ തോന്നുന്നു പക്ഷെ വൈഡായിട്ട് ഞങ്ങൾ ഇന്ന് വെറൈറ്റി ഫുഡാണ് ട്രൈ ചെയ്യാൻ ഞാൻ പ്രവായില്ലേ പിന്നെ അല്ല പക്ഷെ അത് നല്ലോണം പിടിക്കാൻ പറ്റുന്നുണ്ട് ഇത് എൻ്റെ ഒന്നേരം നല്ലോണം കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ തെറ്റാ എല്ലാരെയും മൂട്ട് കൂടിയാണ് പറഞ്ഞില്ല നോക്കോളി ഇവിടുന്ന് ടേബിൾ വിടേണ്ടി വരും നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യാനിരിക്കുകയാണ് ഞാൻ വെക്കാൻ ഏരിയല്ല മോളെ നമ്മൾ എന്തൊക്കെ പറഞ്ഞേ ട്രിപ്പ് കഴിഞ്ഞിട്ടുണ്ട് തിന്നാളതെ തന്നെ ചോദിച്ചേ 2 ചിക്കൻ ഫ്രൈഡ് റൈസും 1 വെജിറ്റബിൾ ഫ്രൈഡ് റൈസും 1 നൂഡിൽസും 2 നൈസ് പത്തിരി 2 ഇത് തിന്നു നോക്ക് എന്നിട്ട് നമുക്ക് എന്താ അവസ്ഥ പിന്നെ ഞാൻ കട്ട് ചെയ്യേണ്ടി ഒരു മിന്നായം പോലെ വന്നിട്ട് ചോദിച്ചാലും എൻജോയ് ചെയ്യാം പിന്നെ ഇവിടെ വേറെ സ്പോട്ടൊന്നും അറിയൂല ആകെ ഇവിടെ വന്നപ്പോ മുതൽ തിന്നുന്നത് സ്റ്റേഷന് മുന്നിൽ തന്നെ ഒരു 2 ഒന്നാടി 3 ബേബിക്ക് ഫുഡ് കോർട്ട് നമ്മളിപ്പോഴാണ് അറിയണ പ്രശ്നമില്ല എന്തായാലും തിന്നാൻ കിട്ടാറുണ്ട് ഒരേ ടേബിളിൽ നിന്ന് അല്ല 3 കാറ്റഗറിയിലുള്ളതാണ് സംഭവം പക്ഷെ എല്ലാം ഒരാളെ കമ്മിയാണ് തോന്നുന്നു എല്ലാവരും അമ്മ പെറ്റ മക്കളെ പോലെ ആണ് നെഗറ്റീവ് പ്രൊമോഷൻ അങ്ങനെ ഫ്രൈഡ് റൈസ് വന്നു ബാക്കിയുള്ളതോടി കിട്ടാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കഴിച്ചോട്ടെ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവരെയും ഞാൻ ഭക്ഷണം ലാസ്റ്റ് ആയിട്ട് കാണിച്ചു തരാം അല്ലേ എല്ലാവരും. കോഴിക്കോട് എവിടാണ് ചോദിച്ചാ നമ്മളിപ്പോൾ കോഴിക്കോട്. നമ്മളിപ്പോൾ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ട്രെയിനിലേക്ക് കയറും. നമ്മൾ പിരിയുകയാണ്. കല്യാണത്തിലേക്ക് നമ്മൾ കാണാം. റിയന്റെ കല്യാണത്തില് എല്ലാരും കണ്ടാ പറയില്ല, പക്ഷെ ആളെ നിക്കാ ചെയ്യുന്നതാ. കുത്തമ്മിനാർ പോലെ അജിന്റെ അതിന്റെ അടുത്ത് നിക്ക്. ഫോർ എക്സാമ്പിൾ അതുപോലെ പോവാം. ഇനി എന്നെടുക്ക എന്നാ സെക്കൻഡ് വലിയ ബോറായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും എല്ലാ ദിവസവും ഒരേപോലെ ആയിരിക്കില്ലല്ലോ. ഇന്നലെ അടിപൊളി ചെയ്യുന്നല്ലോ. ഏതായാലും നമുക്ക് പിന്നെ ഒരു വ്ലോഗിൽ കാണാം. അതിപ്പോൾ സൈൻ ഔട്ട് പറയാനുള്ളൊരു സമയമല്ല, പക്ഷേ ജസ്റ്റ് പറഞ്ഞുള്ളൂ. വിത്ത് പ്രിയ.
പോയത്. ഞാന് അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ ഇനി കേറുക കഴിഞ്ഞെങ്കിൽ അങ്ങനെ. ആ അങ്ങനെ നമ്മൾ നമ്മുടെ കയറിയിരിക്കുകയാണ്. ബുക്ക് ആരാ ബുക്ക് ചെയ്ത്? അജിയെ ഓള് അമ്മ പറയുന്ന കേക്കല്ലാരും ഇങ്ങനെ. ഇത് ഉച്ചക്ക് പറഞ്ഞ കഥയല്ലേ ഇത്? പറഞ്ഞേ ഇത് ഞാൻ പേജിലിടും, എന്റെ പേജിലിടും സൂം ചെയ്ത് ഉമ്മന അന്നപ്പോ ഉമ്മ സ്കോർ ചെയ്ത് പേജ് വലിച്ചു പേജ് ഞാൻ വലിച്ചു ഫ്രഷ് എവിടെ കിട്ടാത്ത ഫ്രഷ്. കണ്ണു ചിരിച്ചിട്ട് അത് അജിനെ പോലെ നല്ല വിരിപ്പൊക്കെ റോക്കിനടിയില്ലേ മാലു ഇത് ഇവിടെ റെഡിയായി. ഞാൻ എന്താ ഇവിടെ കിടക്കുകയാണ്. ഗൈസ് നമുക്ക് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ലൈറ്റ് സംസാരിക്കും. കാരണം ഇവിടെ എനിക്ക് സ്വന്തമായിട്ട് ലൈറ്റ് ഉണ്ട്. എല്ലാവരും അവിടെ പോയി നോക്കാം. പിടിച്ചു ഞാൻ വിചാരിച്ചിട്ടില്ല എല്ലാം കാണില്ല. ക്യാമറ എടുക്ക് തന്നെ നിൽക്കാം. ഇതെത്തിനടി അജി സോറി അടിപൊളി. അതിൻ്റെ ഉള്ളിൽ എന്താ പരിപാടി? എന്താ എടി എന്തടി കമ്പാർട്ട്മെന്റിൽ സംഭവിച്ചത് എന്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും. അവള് മാത്രമേ സംഭവം നല്ല കാര്യം. കുറെ കാര്യങ്ങളുണ്ട്. എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. സ്റ്റാർട്ട് ചെയ്തത് പാപ്പുണ്ടല്ലോ. ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഇതിന്ന് തുറക്കാനാവാത്തത്. ഇത്ര ഉള്ളൂ. ഇനി ഒരുപാട് നല്ല ഭംഗിയില്ലേ? പ്രേതങ്ങൾ കെടുക്കണ മാതിരിണ്ടല്ലേ? പ്രേതങ്ങൾ കെടുക്കുന്ന സ്ഥലം മാതിരി എല്ലാരും
ഗായ്സ് നമ്മൾ ഇറങ്ങുകയാണ്. ഇല്ല ഇല്ല ഇനിയൊന്നും ഇല്ലാന്നാ തോന്നുന്നു. അങ്ങനെ നമ്മള് കോഴിക്കോടെത്തി. കോഴിക്കോട് അവസാനം നമ്മളെ കോഴിക്കോട് For the kind attention of passengers, train number 1634. ഗൈസ് അങ്ങനെ നമ്മൾ യാത്രയാവാൻ പോവുകയാണ്. അല്ല വീട്ടിലേക്ക് പോവാണ്. എൻ്റെ സ്വെറ്ററൊക്കെ എന്ത് ചെയ്യും? ഇത് വെയിലത്തത് ബാഗ്. അപ്പം നമ്മൾ പാർക്കിങ്ങിലോട്ട് പോവാണ്. പറയുമ്പോൾ അത് ഡൽഹിയാന്ന് തോന്നും, പക്ഷേ ഇന്ത്യ. അങ്ങനെ ഇവിടെയോടുകൂടെ നമ്മുടെ വ്ലോഗ് അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് അടുത്ത ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം എന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും വീഡിയോ ഇടയിൽ എന്തായാലും ഡോക്യുമെന്റിങ് ആണല്ലോ. ഡോക്യുമെന്റിങ് മൈ ഇറക്കണമെന്ന് കേട്ടി ഇറക്കണ്ടോ? അല്ല ഇപ്പൊ കണ്ടിട്ട് നമ്മൾ ഇറങ്ങുന്നത് അത് ഞാൻ ബാങ്കോട് കയറിയത് ഇപ്പൊ നോക്കണ്ട. അല്ലെങ്കിലും ഉപ്പനൊറ്റക്ക് നമ്മളെത്രയും സേഫ് ആക്കി ഇവിടെ എത്തിച്ചിട്ട് ഉപ്പനൊറ്റക്കിടാൻ പറ്റൂ? ഒന്ന് ബാക്ക് അടിക്കുക. നമുക്ക് ആ ഓട്ടോക്കാരനായിട്ട് പറഞ്ഞു തരാം. അത് തന്നെ നമ്മളൊന്നും റോങ് ചെയ്തില്ല. ഒരാളെയും തൊള്ള വണ്ടി അപ്പൊ മറ്റോ പറയാം എന്റെ വാപ്പന്റെ ആണ്. അതെ നിങ്ങൾ പറഞ്ഞു. എന്താ പറയാ ഒക്കെ ടൈം ഞങ്ങള് എങ്ങനെ തൃപ്പരപ്പ് പോയതിനോട് കൂടി കറക്റ്റ് പോയപ്പോ മരിച്ചു പോകുന്ന സൈസ് വെള്ളച്ചാട്ടം. അത്രയും സീന്. പിന്നെ പോലീസുകാരൊക്കെ വന്ന് ഞങ്ങള് കാണാൻ പറ്റി. ഞങ്ങൾക്ക് അതിന്റെ ഉള്ളിൽ കേറി കറക്റ്റ് 5 മിനിറ്റിന് ശേഷം വരുന്ന വെച്ചാൽ ഞങ്ങൾക്ക് കയറാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ മറ്റടുത്ത് പോയിട്ട് വെള്ളത്തിൽ ഞങ്ങൾ ഇറങ്ങി പോലീസുകാരെല്ലാരും വന്ന് അടുപ്പിച്ച് ഇറങ്ങാൻ പറ്റൂല. ഞങ്ങള് എത്ര സമയം നമ്മളെപ്പം പോയിക്കണം അങ്ങോട്ട് 10 മണി to 12 മണി വരെ. പിന്നെ അവിടുന്ന് ട്രെയിന് 4:30 എങ്ങാനു. അപ്പൊ 5 മണിയാകുമ്പോക്ക് പാലസ് വെറുതെ റൂം എടുത്ത് ബാക്കിയല്ലോ ഞങ്ങൾ കണ്ണൂർ ഒരു ദിവസം രണ്ടിടത്ത് വന്ന് റൂം എടുത്ത് പിറ്റേന്ന് ഇവിടെ ഊബർ ഇപ്പൊ എത്തിയില്ല. ടൈമിന് വരുന്നില്ല കേട്ടോ ഊബർ. നെല്ലിത്തായം ഊബർ. അങ്ങനെ റിയയും ചെക്കനും പോയി. ഞങ്ങൾ എല്ലാം നടക്കുക. നിങ്ങൾ രണ്ടുപേരും പഴയ നാട്ടുകാരാണ് ഗായ്സ്.